ഇന്ന് നമ്മൾ നമ്മുടെ ഗപ്പികളുടെയും അതുപോലെ തന്നെ പ്ലാറ്റുകളുടെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വന്നതാണ്. ഇന്നലെ നമ്മളൊരു വാട്ടർ ചേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് അക്വേറിയങ്ങളിൽ. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നോക്കി, പക്ഷേ നമ്മൾ പെട്ടെന്ന് വന്ന് ചെയ്തിട്ട് പോയതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് പിറ്റേ ദിവസമാണ്, അപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇന്നലെ വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഈ അക്വേറിയത്തിൻ്റെ നെറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വലിയ നെറ്റാണ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സൈഡിൽ കണ്ടില്ല, ആ ടബിൻ്റെ അവിടെ നമ്മൾ മാറ്റി ഇട്ടിട്ടുണ്ട്. അത് വലിയ നെറ്റായിരുന്നു. അത് മാറ്റി നമ്മൾ ഈ കറക്റ്റ് സൈസിനുള്ള നെറ്റ് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളൊരു നെറ്റ് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫിറ്റായപ്പോൾ നമ്മൾ അത് വെച്ചു. അപ്പോൾ നമ്മൾ ഇന്നലെ വാട്ടർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ മോശമാവല്ല, ആൽഗെ മിക്സായിട്ട് വെള്ളത്തിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്വേറിയത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആൽഗെ വളരുന്നുണ്ട്. അപ്പോൾ ഈ അക്വേറിയത്തിലാണ്, ഇതിനകത്തായിരുന്നു നമ്മുടെ പ്ലാറ്റുകൾ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്താണ് നല്ല രീതിയിൽ ആൽഗെ ഫോം ചെയ്തിട്ടുള്ളത്. ചില ഇലകളൊക്കെ ഇങ്ങനെ കേടായ പോലെ നിങ്ങൾക്ക് കാണാം. അത് ശരിക്കും പറഞ്ഞാൽ ആൽഗെ വന്നിട്ട് കേടായതല്ല, അതിനകത്ത് ചില ഇലകൾ കേടായിട്ട് ഇങ്ങനെ വിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് മാറ്റാതെ അതിൽ തന്നെ ഇട്ടു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് നിറച്ച് കുഞ്ഞ് ചെടികൾ, പുതിയ ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരുന്നത് കൊണ്ട് ആ അക്വേറിയത്തിൽ ഇട്ടതാണ്. അത് പക്ഷേ ആൽഗെ ഗ്രോത്തിന് കാരണമായി. ഈ അക്വേറിയം നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ കിടക്കുന്നത്, ഇതിനകത്ത് അങ്ങനെ ഇലകൾക്ക് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആൽഗെ കാണാം, കണ്ടില്ലേ? വെള്ളം കുറച്ച് ആൽഗെ ഇതായിരുന്നു. ഞാൻ ഇന്നലെ മാറ്റി കഴിഞ്ഞപ്പോൾ ഫ്രഷ് വെള്ളം അടിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ചെടികളുടെ ഇലകളുടെ മുകളിൽ ഇതേപോലെ ചെറിയ രീതിയിൽ ആൽഗെ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ചില ഇലകളിലൊക്കെ. പക്ഷേ ഇലകൾക്ക് കേടൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്ടർ ചേഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൽഗെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം വെള്ളത്തിലുള്ള നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റും ഈ മീനിൻ്റെ വേസ്റ്റൊക്കെ നന്നായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൽഗെ വളരും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു 20% വെള്ളം വെച്ച് ബാക്കിയെല്ലാം മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ചൂടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചൂട് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ആൽഗെ നല്ല രീതിയിൽ വളരും. പിന്നെ ഈ ചെടി ജാവാഫോൺ ആയതുകൊണ്ട് ഇതിൻ്റെ ഇലകൾ നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ കട്ടിയുള്ള ഇലകളാവുമ്പോൾ ആൽഗെ അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഈ ചെടിയെ നശിപ്പിക്കാൻ പറ്റില്ല. സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. നമ്മുടെ ആമസോൺ സോഡ് പോലെയുള്ള, അതായത് സോഡ് പല വെറൈറ്റികളിലുണ്ട്. കട്ടിയുള്ള ഇലയുണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും അതിൻ്റെ ഇലകൾ. പിന്നെ അത് കൺട്രോൾ ചെയ്യാനാണെങ്കിൽ നമ്മൾ ആപ്പിൾ സ്നെയിലുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്നെയിലുകൾ, ഈ ആൽഗെ കഴിക്കുന്ന സ്നെയിലുകൾ അല്ലെങ്കിൽ ചെറിയ സക്കർ കാറ്റ് ഫിഷുകളൊക്കെ ഇറക്കിയിടേണ്ടി വരും. ഇതുവരെ ചെയ്തിട്ടില്ല. അത് വളരെ എന്താ പറയുക, പ്രശ്നം ആവുന്ന ഒരു സിറ്റുവേഷനിലാവുമ്പോൾ മാത്രം നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗപ്പികൾ അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്ത് മാറ്റി മറ്റേ ട്രെയിൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ കാണിക്കാം. അന്ന് ബ്രീഡായതിനു ശേഷം ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ പിന്നെ ബ്രീഡായിട്ടില്ല. എനിക്ക് തോന്നുന്നു വാട്ടർ ചേഞ്ചൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർ ബ്രീഡാവാത്തത്. പിന്നെ ഈ ടാങ്കിലാണ് നമ്മുടെ പ്ലാറ്റുകൾ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് എണ്ണത്തിൽ കൂടുതലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവരുടെ വേസ്റ്റും ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വന്നിട്ടാണ് ഇതിനകത്ത് ആൽഗെ നല്ല രീതിയിൽ വന്നത്. പിന്നെ ഈ ചെടികളുടെ ഇലകളൊന്നും ഞാൻ എടുത്തു മാറ്റിയില്ല, കണ്ടില്ലേ? ഈ കേടായ ഇലകൾ കിടന്നാലും ആൽഗെ ഗ്രോത്ത് നന്നായിട്ട് വരും. അത് കളയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ നിറച്ച് ചെറിയ ബേബി പ്ലാന്റ്സ്, അതായത് ചെറിയ പ്ലാന്റ്സ് ഉണ്ടായി വരുന്നുണ്ട്, സേപ്ലിങ്സ് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളയാൻ തോന്നിയില്ല, നമ്മൾ അതിൽ തന്നെ ഇട്ടു. അപ്പോൾ ഈ കുഞ്ഞിയ പ്ലാന്റ്സൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ കണ്ടില്ലേ, ആ വലിയ ഇല കണ്ടില്ലേ, അത് മൊത്തത്തിൽ ചീഞ്ഞ് ഇങ്ങനെ ഇതായി വന്നു. അത് വെള്ളത്തിൽ കിടന്നാലും ആൽഗെ നല്ല രീതിയിൽ വളരും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു അക്വേറിയത്തിനകത്ത് ആൽഗെ ഗ്രോത്ത് ബൂസ്റ്റ് ആവാനായിട്ടുള്ള കാരണം. പിന്നെ അഡൾട്ട് പ്ലാറ്റുകളായിരുന്നു, അവർക്ക് എണ്ണത്തിൽ കൂടുതലാണ്. അപ്പോൾ അതും പ്രശ്നമായി. എന്നാലും പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം താഴെ ചെടികൾ നിൽക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ആൽഗെ വന്നാലും ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ ഇലയ്ക്ക് നല്ല കട്ടിയുള്ളതായതുകൊണ്ട് ആൽഗെ വന്നാലും അങ്ങനെ പെട്ടെന്ന് ആൽഗയ്ക്ക് നശിപ്പിച്ച് പോകാനായിട്ട് സാധിക്കില്ല. കുറച്ച് സമയം എടുത്തിട്ടൊക്കെ അത് നശിച്ചു പോവുള്ളൂ. അതാണ് ജാവ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ നശിച്ചു പോവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആ ചെടിയിൽ നിന്ന് ചെറിയ പ്ലാന്റ്സൊക്കെ അതേ സെപ്പറേറ്റ് ആക്കിയിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഇടേണ്ട കാര്യമില്ല, നമുക്ക് കളയാം. ഇത് മുമ്പേ കൂട്ടി ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. ഞാൻ ഈ പഴയ ഇലകളൊക്കെ ഇതിൽ തന്നെ ഇട്ടു, ആ ചെറിയ പ്ലാന്റ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വെള്ളം നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് ഇതിനകത്ത് നിന്ന് ഉണ്ടായിരുന്ന അഡൾട്ട് പ്ലാറ്റുകളെല്ലാം നമ്മൾ തൊട്ടടുത്തുള്ള ട്രേകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കിട്ടിയ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ തൊട്ടടുത്തുള്ള ഒരു കണ്ടെയ്നറിലും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ട്രേകളിലായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളും പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളും അഡൾട്ട് പ്ലാറ്റുകളും കിടക്കുന്നത് ഇവിടെയാണ്. ആദ്യത്തെ കണ്ടെയ്നറിൽ കണ്ടില്ല, ഈ കണ്ടെയ്നറിൽ കേട്ടോ, ഫസ്റ്റ് കണ്ടെയ്നറിലാണ് നമ്മുടെ പ്ലാറ്റുകൾ വലുത് കിടക്കുന്നത്, കൂലിലോച്ചുകൾ അതിലാണ് കിടക്കുന്നത്. ഈ കാണുന്ന ഇപ്പോൾ സെൻറ്ററിൽ കാണുന്ന 2 ട്രേകളിലെ ഇതിനകത്താണ് നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 8 എണ്ണത്തിനായിരുന്നു കളക്ട് ചെയ്തത്. അപ്പോൾ 4 എണ്ണത്തിനായിട്ട് നമ്മൾ 2 ട്രേകളിലായിട്ട് ഇട്ടു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരേ സൈസ് ഉള്ളതിനെ പിടിച്ച് നമ്മൾ ഒരു ട്രെയിലിട്ടു, സൈസ് കുറഞ്ഞതിനെ രണ്ടാമത്തെ ട്രെയിൽ ഇട്ടു. എണ്ണം കുറവായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ കിടന്ന് നടക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ വലുതാവുന്നുണ്ട്. ഇതിനകത്ത് 4 എണ്ണവും തൊട്ടടുത്തുള്ള ട്രെയിൽ 4 എണ്ണമായിട്ടാണ് കിടക്കുന്നത്.
അതിനേക്കാൾ അധികം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എൻ്റെ അറിവിൽ ആ അക്വേറിയത്തിൽ ബ്രീഡായ സമയത്ത്. പക്ഷേ നമ്മൾ കളക്ട് ചെയ്യാൻ ചെന്ന സമയത്ത് നമുക്ക് 8 എണ്ണത്തിനേ കിട്ടിയുള്ളൂ. അപ്പോൾ അവർ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഈ 2 ട്രേകളിലായിട്ട്. കണ്ടില്ലേ, സൈസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. എണ്ണത്തിൽ കൂടുന്തോറും പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എണ്ണം കുറയുമ്പോൾ വലിയ പ്രശ്നമില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അങ്ങനെ വല്ലാതെ അഗ്രഷൻ ആവില്ല. എണ്ണം കൂടുമ്പോൾ സ്ട്രെസ്സ് വരികയാണ് ചെയ്യുന്നത്. സ്ട്രെസ്സ് വരുമ്പോഴാണ് ഇവരുടെ ഗ്രോത്തിനെ ബാധിക്കുന്നത്. ഈ കാണുന്നതിൽ 4 എണ്ണത്തിനെ നമ്മൾ നേരത്തെ കാണിച്ച പ്ലാറ്റുകൾ ഇട്ടിരുന്ന ആ ഒരു അക്വേറിയത്തിൽ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ബാക്കി 4 എണ്ണത്തിനെ നമ്മൾ ഔട്ട്ഡോർ, നമുക്ക് പണ്ട് ഒരു പ്ലാറ്റി ടാങ്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഒരു മെയിൻ്റനൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിയുമ്പോൾ 4 എണ്ണത്തിനെ അതിൽ കൊണ്ടിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്വേറിയത്തിൽ നിന്ന് മാറ്റി അഡൾട്ട് പ്ലാറ്റുകൾ ഇതിലാണ് ഇട്ടേക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ കിടക്കുന്നുണ്ട് അഡൾട്ട് സൈസുള്ള പ്ലാറ്റുകൾ. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂലി ലോച്ചുകളായിരുന്നു നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. അവർ ഇതിനകത്തുണ്ട് 6 കൂലി ലോച്ചുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവർ ഈ പൈപ്പിൻ്റെ അടിയിലൊക്കെ പോയിട്ടാണ് ഇരിക്കുന്നത്. കൂലി ലോച്ചുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ മുമ്പ് ഫോളോ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളത് കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നീന്തുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഈ PVC ഒക്കെ എടുത്ത് മാറ്റേണ്ടി വരും. കണ്ടില്ലേ, പ്ലാറ്റുകൾ അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ പ്ലാറ്റുകൾക്ക് നമ്മൾ ചെറിയ നമ്മുടെ ബീറ്റാ ഫിഷിൻ്റെ പെല്ലറ്റാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ താഴെ നോക്കുമ്പോൾ വലിയ പെല്ലറ്റ് കാണാം, അത് നമ്മൾ ഈ കൂലി ലോച്ചുകൾക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്ലാറ്റുകൾ ആവശ്യത്തിന് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിനകത്ത് കണ്ടില്ല, അടിഭാഗത്ത് വേസ്റ്റായി കിടക്കുന്നുണ്ട് ഫുഡ്. അത് കൂലി ലോച്ചുകൾ രാത്രി സമയത്തൊക്കെ വന്ന് കഴിച്ച് അവർ എന്താ പറയുക ഫിനിഷ് ചെയ്തോളും. ഇതിനകത്ത് കിടക്കുന്നത് നമ്മൾ പണ്ട് കളക്ട് ചെയ്ത പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ് ഈ ലാസ്റ്റ് ട്രെയിൽ കിടക്കുന്നത്. ഇപ്പോൾ കളക്ട് ചെയ്തതല്ല, ഞാൻ പറഞ്ഞില്ലേ പ്ലാറ്റിയുടെ അക്വേറിയത്തിൽ നിന്നാണ് അഡൾട്ട് പ്ലാറ്റികളെ നമ്മൾ ആദ്യത്തെ ട്രെയിലേക്ക് മാറ്റിയത്. പിന്നെ അതിനകത്ത് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു, ആ കുഞ്ഞുങ്ങളല്ല ഇതിനകത്ത് കിടക്കുന്നത്. ഇത് നമ്മൾ കുറേ മുമ്പ് കളക്ട് ചെയ്ത കുറച്ച് കുഞ്ഞുങ്ങളാണ്, പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ കളക്ട് ചെയ്ത് ആ അക്വേറിയത്തിൽ നിന്ന് കളക്ട് ചെയ്ത കുഞ്ഞുങ്ങളെ ഞാൻ തൊട്ടടുത്ത് ഒരു ചെറിയ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. അത് ഞാൻ ടെമ്പററി ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ചെറിയ എന്താ പറയുക കുപ്പി പോലുള്ള കണ്ടെയ്നറുകളിലൊന്നും ഇടാനായിട്ട് റെക്കമെൻഡഡ് അല്ല. കുറച്ച് വലിയ സൈസിൽ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ ടെമ്പററി ആയിട്ട് ഇന്നലെ ജസ്റ്റ് ആ ഒരു വാട്ടർ ചേഞ്ച് കൊടുത്ത സമയത്ത് അക്വേറിയത്തിൽ കിട്ടിയ പ്ലാറ്റി കുഞ്ഞുങ്ങളൊക്കെ ആ ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചതാണ്. ഒരു കുപ്പി പോലത്തെ ഒരു കണ്ടെയ്നറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേ കണ്ടില്ലേ, ഈ കാണുന്ന 2 കുപ്പികളിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. ഈ അക്വേറിയത്തിൽ നിന്ന് ഇന്നലെ വാട്ടർ ചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയ കുഞ്ഞുങ്ങളാണ്, പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എന്തായാലും ഞാൻ താൽക്കാലികമായിട്ട് ഇതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം പെട്ടെന്ന് നമുക്ക് സ്പേസ് ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ വേറെ കണ്ടെയ്നറൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ചെറുതായിട്ട് ആൽഗ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. തീരെ പൊടി കുഞ്ഞുങ്ങളാണ്. നമ്മുടെ നേരത്തെ കാണിച്ച ആ ട്രെയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി വലുതാണ് പ്ലാറ്റുകളുടെ മുമ്പ് കളക്ട് ചെയ്തത്. അപ്പോൾ അവരുടെ കൂടെ ഇവർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കളക്ട് ചെയ്തതിനെല്ലാം ഇതിനകത്ത് താൽക്കാലികമായിട്ട് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഇനിയും കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും വന്ന് പിടിച്ച് മാറ്റാമെന്നാണ്, കാണുമ്പോൾ എടുത്ത് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവരെ എടുത്ത് മാറ്റാതെ നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് കപ്പികളുടെ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. 4 എണ്ണത്തിനെ നമ്മൾ ഇതിലേക്ക് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് വലുതാവാനും ബ്രീഡാവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ ബാക്കി 4 ആൽബിനോ ഫുൾ റെഡ് കപ്പികളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ കാണുന്ന ടാങ്കിൽ ഇടാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ടാങ്ക് നമ്മുടെ ഫോളോവേഴ്സിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ പ്ലാറ്റുകൾ ഇട്ടിരുന്ന ടാങ്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടാർപോളിനല്ല വിരിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാം പോളിത്തീൻ ഷീറ്റാണ്. അപ്പോൾ അത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും, എന്തെങ്കിലും ചെറിയൊരു സംഭവമൊക്കെ വന്ന് ഓട്ടയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇതിലെ വെള്ളം ലീക്കാവാൻ തുടങ്ങി. ഇപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 3 ഇഞ്ച് കനത്തിലൊക്കെയാണ്, 2 ഇഞ്ച് കനത്തിൽ വെള്ളമുള്ളൂ, അത്രയും ഇതിലേ വെള്ളം നിൽക്കുന്നുള്ളൂ. ചെടികൾ നിങ്ങൾക്ക് കാണാം, അസോളയും സാൽവീനിയൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു പ്ലാറ്റ് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാൻ നേരത്തെ നോക്കിയപ്പോൾ അത് അടിയിൽ കൂടെ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടു. ബാക്കി പ്ലാറ്റുകളെല്ലാം നമ്മൾ ഔട്ട്ഡോർ നമ്മുടെ ഓസ്കാറുകളും ജയൻറ്റ് ഗൗരാമികളും കിടക്കുന്ന അവിടെയാണ് ഞാൻ താൽക്കാലികമായിട്ട് കൊണ്ടിട്ടത്. അതിനകത്ത് ഇപ്പോൾ ഞാൻ നമുക്ക് കാണാനില്ല, ചിലപ്പോൾ ഓസ്കാറുകൾ അടിച്ച് കാണും. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഈ വെള്ളമൊക്കെ വലിച്ച് കളഞ്ഞ് ചെടികളൊക്കെ മാറ്റി പുതിയ പോളിത്തീൻ ഷീറ്റ് വിരിച്ചതിന് ശേഷം പുതിയ വെള്ളം നിറച്ച് ഇതിലേക്ക് നമ്മൾ ആൽബിനോ ഫുൾ റെഡ് കപ്പികളുടെ 4 കുഞ്ഞുങ്ങളെ കൊണ്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നീട് ഭാവിയിൽ അവർ ബ്രീഡാവുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ടാങ്കിലാണ് ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെയുള്ള നമ്മൾ സെറ്റ് ചെയ്തൊരു ചെറിയൊരു ടെമ്പററി ടാങ്കാണ്. ഇത് കണ്ടില്ല, ഇതാണ് ഞാൻ വാങ്ങിച്ചു വെച്ച പുതിയ പോളിത്തീൻ ഷീറ്റ്. ഇത് കുറച്ച് കട്ടിയുള്ളതാണ്. ഇത് കിലോയ്ക്കാണ് പ്രൈസ് വരുന്നത്, എനിക്ക് തോന്നുന്നു കിലോയ്ക്ക് 150 രൂപ എന്താണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ, ഇതാണ് നമ്മൾ വാങ്ങിയത്. ഇതിൽ നിന്ന് ഞാൻ നേരത്തെ കാണിച്ച തൊട്ട് മുമ്പ് കാണിച്ച ആ ഒരു ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കിലേക്ക് അളവെടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ് തൊട്ടടുത്ത് കാണുന്നത്. അപ്പോൾ അത് വിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആൽബിനോ ഫുൾ റെഡ് കപ്പികളുടെ കുഞ്ഞുങ്ങൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് നമ്മൾ പറയുന്നതാണ് ഈ ഒരു ടാങ്ക്, ഇതുവരെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷിനെ അതുപോലെ നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളെ ഇടാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്, പകുതിക്ക് വെച്ച് നിർത്തി. ഇപ്പോഴും ഞാനിത് കണ്ടിന്യൂ ചെയ്തിട്ടില്ല, ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ കംപ്ലീറ്റ് ആക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം പല ആൾക്കാരും എന്നോട് ചോദിച്ചതാണ് നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷുകളുടെയും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളുടെയും അപ്ഡേറ്റ്.
ഞാൻ പറഞ്ഞിട്ടുള്ളത് അവരോട് കമൻറ്റിൽ റിപ്ലൈ ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ചെയ്യാവുന്നതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കണ്ടില്ലേ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷുകൾ ഇട്ടിട്ടുള്ളത്. ഈ കാണുന്ന 6 ടബുകളിൽ, ഈ അവസാനത്തെ 2 എണ്ണത്തിലല്ല, മുകളിൽ കാണുന്ന ഈ കാണുന്ന 6 എണ്ണത്തിലാണ് നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷുകളും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളും കിടക്കുന്നത്. താഴെ കാണുന്ന 2 ടബിൽ നമ്മുടെ ആൽബിനോ സക്കർ ക്യാറ്റ് ഫിഷുകളാണ് കിടക്കുന്നത്. ആദ്യം വാങ്ങിയത് ഓരോന്നിനെയായിട്ട് ഇട്ടിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ ടബിൽ. ഈ കാണുന്ന 6 എണ്ണത്തിലാണ് നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷുകളും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളും കിടക്കുന്നത്. കുറേ നാളായിട്ട് നമ്മൾ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഗ്രോത്ത് സ്റ്റക്കായി നിൽക്കുകയാണ് ഈ ടബുകളിൽ, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇതിനകത്ത് സ്പേസ് കുറവായതുകൊണ്ട് അവർ ഗ്രോത്ത് വയ്ക്കുന്നില്ല. അപ്പോൾ പുതിയ ടാങ്കിലേക്ക് മാറ്റിയാലാണ് പിന്നെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലത്തെ അപ്ഡേറ്റ് പിന്നെ കാണിക്കാത്തത്. പക്ഷേ നമ്മൾ ഇപ്പോൾ വെള്ളം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും വാട്ടർ ചേഞ്ച് അടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ടാങ്കിലേക്ക് മാറ്റുന്ന വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിറച്ച് തൂവലുകൾ കണ്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള ഏരിയയാണ്. ടെറസിൻ്റെ അടിയിലായിട്ട് നിറച്ച് പ്രാവുകളാണ് ഉള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ ഇരിക്കുക ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നുമില്ല. കാരണം വൈകിട്ട് 5 മണിയാണ്. ഈ സമയത്ത് അവർ എവിടേക്കൊക്കെ പറന്നു പോകാറുണ്ട്. രാവിലെ വന്നാൽ ഫുള്ള് ഇവിടെ നിറഞ്ഞിരിക്കും പ്രാവുകൾ. അതുകൊണ്ട് ആ പ്രാവുകളുടെ തൂവലുകളാണ് ഇവിടെ ഫുള്ള് നിറഞ്ഞു കിടക്കുന്നത്. കണ്ടില്ലേ, ഈ വലകളുടെ മുകളിലും ഒക്കെ ഈ പ്രാവുകളുടെ തൂവലുകളാണ്. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ തൂവലുകൾ കിടക്കുന്നത് കാണാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ. നമുക്കത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പ്രാവുകൾ ഇരിക്കുന്നത് നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്, വേറെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതേപോലെ നമ്മളിങ്ങനെ നെറ്റിലൊക്കെ കുറേ തൂവലുകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അർജൻറ്റായിട്ടൊക്കെ വന്ന് ഈ വല തുറക്കുന്ന സമയത്ത് ഈ തൂവലുകളൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് വീഴും. അപ്പോൾ പിന്നെ നമുക്ക് ഒരു നെറ്റ് എടുത്ത് കോരിക്കളയേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷേ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.